ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയഗ്രാം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഫിസിക്സ്, ബയോളജി പോലെയുള്ള സബ്ജക്റ്റുകളിൽ വരാം. ഇത് ബയോളജിയുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ ഡയഗ്രാം ഓഫ് ഐ റീഡ്രോ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഈ ഡയഗ്രാം നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും വരയ്ക്കണം. ഇത് ലേബൽ ക്ലിയർ ആയിരിക്കണം. അതേപോലെ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇത് വരച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ നെയിം ദ പാർട്സ്, ഇതിൻ്റെ ഈ പാർട്സ് നെയിം ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഒന്ന് വരച്ച് നോക്കാം. ഇത് റീഡ്രോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഉള്ളത് കൊണ്ട് ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ കഴിയും. നമ്മൾ ഒരു അപ്രോക്സിമേഷൻ ആണ് വരയ്ക്കുന്നത്. എന്നിട്ട് ഇതേമാതിരി തന്നെ കളർ കൊടുത്ത് നമ്മൾ ഈ പാർട്സ് ലേബൽ ചെയ്തിട്ടുള്ള പാർട്സ് അവിടെ നെയിം ചെയ്യുക. ഇപ്പം നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ 12 ചോദ്യത്തിലുണ്ട്. 12ൻ്റെ ആൻസർ ഒന്ന് മനസ്സിലാക്കുക. സിലിയറി മസിൽസ്, ബ്ലൈൻഡ് സ്പോട്ട്, ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇവിടെ നമ്മൾ എഴുതുക. അതേപോലെ ബ്ലൈൻഡ് സ്പോട്ട് മാർക്ക് ചെയ്യുക. പിന്നെ ഒരു ടിപ്പാണ്, നമ്മൾ നീറ്റായിട്ട് എഴുതുക. അതേമാതിരി ഇത് മോഡൽ എക്സാമിൻ്റെ ആൻസർ ഷീറ്റാണ്. ഇത് കണ്ടോ, വളരെ നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതേമാതിരി ഒരു സ്പേസ് ലീവ് ചെയ്യുക. ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പാരഗ്രാഫ് വരെ ഒരു സ്പേസ് ലീവ് ചെയ്യുക. കണ്ടോ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈ ഇൻവിജിലേറ്റർ, ഈ എക്സാം പേപ്പർ നോക്കുന്ന ആൾക്ക് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്സിലൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് എഴുതുക. ഇതിനൊരു 3 സ്റ്റെപ്സ് ഉണ്ട്. ഈ ആൻസറിന് ഒരു 4 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. ലാസ്റ്റ് നമ്മൾ എഴുതുന്ന ആൻസർ ചിലപ്പോൾ തെറ്റാണെങ്കിൽ കൂടിയും ഈ സ്റ്റെപ്സ് വൈസ് ആയിട്ട് നമുക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനിപ്പോൾ ടോട്ടൽ മാർക്ക് വരുന്നത് ഒരു 4 മാർക്കാണെന്ന് വിചാരിക്കുക. 4 മാർക്കാണെങ്കിൽ എനിക്ക് ഈ സ്റ്റെപ്സ് കറക്റ്റായിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളതെങ്കിൽ ഈ 4 മാർക്കിൽ എനിക്കൊരു 2 അല്ലെങ്കിൽ 3 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന് പകരം ഞാൻ ഡയറക്റ്റായിട്ട് ഈ 20 അല്ലെങ്കിൽ 25 എന്നാണ് എഴുതി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആൻസർ കറക്റ്റാണ്, പക്ഷെ നിങ്ങൾ എങ്ങനെ ഇതിലേക്ക് റീച്ച് ചെയ്തു എന്നുള്ളതിനൊരു പ്രൂഫില്ല. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ മിസ്റ്റേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതിന് വരുന്ന 4 മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ആൻസർ ഷീറ്റ് വാലിഡേറ്റ് ചെയ്യുന്ന ആൾക്കാർ 100 കണക്കിന് ആൻസർ ഷീറ്റുകൾ ഡെയിലി ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ആൻസറിന് സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റായിട്ട് നമ്മളൊരു ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഇത് സോഷ്യൽ സയൻസിന്റെ ഒരു പേപ്പറാണ്. സബ്ജക്റ്റിലാണ് ഇത് ഏറ്റവും ഈ ടിപ്പ് വർക്ക് ആവുക. അപ്പൊ നമ്മൾ എഴുതേണ്ടത് പറഞ്ഞാൽ അതിനിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ മെയിൻ പോയിന്റ്സ് ഒരു ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ വളരെ നല്ലതാണ്. ഒരു പോയിന്റ് 2 ആ രീതിയിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്നിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. പിന്നെ വേറെ ഒരു ടിപ്പ് കൂടി ഇതിൽ ചെയ്യാനുള്ളത്, ഇതിന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പൊ ഇതില് 3 പോയിന്റ് ഉണ്ട് അല്ലെ. ഇതിൽ ഏറ്റവും ഒരു പോയിന്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ആ ഒരു പോയിന്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ആ ഒരു സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്ത് അതിനായിട്ട് മാത്രം ആൻസർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഐന്റെ ചിത്രമില്ലേ, അതിലേക്ക് ഒന്നും കൂടി നോക്കാം. ഇതിന്റെ ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ റീഡ്രോ ദ ഡയഗ്രാം, അത് റീഡ്രോ ചെയ്തു. നെയിം ദ പാർട്സ് എ ആൻഡ് ബി. നെയിം ദ പാർട്സ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ആ നെയിം മാത്രം മെൻഷൻ ചെയ്താൽ മതി.
അത് മാത്രമേ അവിടെ മാർക്കുള്ളൂ. ആ ആ പാർട്ട് എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നെല്ലാം കുറേ പാരഗ്രാഫ് വൈസ് എഴുതിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ അതിനൊരു മാർക്കേ ഉള്ളതും കൂടി ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു പാർട്ട് എഴുതി കഴിഞ്ഞാൽ ഹാഫ് മാർക്ക് കിട്ടും. സെക്കൻഡ് പാർട്ട് എഴുതി കഴിഞ്ഞാൽ ഹാഫ് മാർക്ക്. ഹൗ ഡസ് ദ പാർട്ട് എ റെഗുലേറ്റ് എന്നുള്ള ഈ ബി പാർട്ട് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. അപ്പൊ അതിന് നിങ്ങൾ ഈ ആൻസർ കീ നോക്കുക. ആൻസർ കീ വളരെ ഷോർട്ട് ആയിട്ട് ഒരു സെന്റൻസ്. വെൻ ലുക്കിംഗ് അറ്റ് നിയർ ഒബ്ജെക്ട് സിലിയറി മസിൽസ് കോൺട്രാക്ട്, ligaments get loosened, thus curvature or convexity of lens increases. അപ്പോൾ ഇത്രയും വളരെ ഷോർട്ട് ആയിട്ട് ഒരു ഷോർട്ട് 3 സെന്റൻസ്. അപ്പോൾ അത്രയാണ് ഇതിന്റെ ആവശ്യകതയുള്ളൂ.